നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അമ്മയുടെ അനുഭവമാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ സത്യത്തിൽ അതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി വലിയൊരു വിഷയമാണ്. അതെ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. അതെ, സ്കൂളിൽ നിന്ന് കിട്ടുന്നത് മതിയോ അവരെ ജീവിതം നേരിടാൻ എന്നുള്ളൊരു ചോദ്യം. നമ്മുടെ കയ്യിലുള്ളത് 7ാം ക്ലാസ്സുകാരനായ ആരവിന്റെ അമ്മ അനിത മേനോനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. ശരിയാണ്. ഇത് ഇന്ന് ഒരുപാട് രക്ഷിതാക്കളെ അലട്ടുന്നൊരു ചോദ്യമാണ്. എന്റെ കുട്ടിക്ക് നല്ല മാർക്കൊക്കെയുണ്ട്, പക്ഷേ ആളുകളോട് സംസാരിക്കാനൊരു മടി, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ സ്വന്തമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ അറിയില്ല. അപ്പോൾ ഈ മാർക്ക് ഷീറ്റിനപ്പുറം എന്റെ കുട്ടിക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട കഴിവുകൾ കിട്ടുന്നുണ്ടോ? ഈ ഒരു ഉത്കണ്ഠയിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. കൃത്യം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അനിതയുടെ മകന്റെ കാര്യത്തിൽ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്, അതായത് ISC എന്നൊരു പ്രോഗ്രാം എങ്ങനെയാണ് ഒരു മാറ്റമുണ്ടാക്കിയത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. എന്തായിരുന്നു അവരുടെ പേടി? എങ്ങനെയാണ് അവർ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയത്? അതിനുശേഷം ആരവിന് എന്ത് മാറ്റം സംഭവിച്ചു? നമുക്കിതിലേക്ക് ആഴത്തിലിറങ്ങാം. ഇതൊരു വ്യക്തിപരമായ അനുഭവം എന്നതിലുപരി ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മാർക്കുകൾക്ക് വേണ്ടി മാത്രം മനപ്പാഠം പഠിപ്പിക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് ലോകം ഒരുപാട് മുന്നോട്ടു പോയില്ലേ? അതുകൊണ്ട് തന്നെ ഈ അനുഭവം നമുക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ തരും. ശരിയാണ്. അപ്പോൾ നമുക്ക് അനിതയുടെ ആ ഒരു പേടിയിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? അവരുടെ മകൻ ആരവ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ല കൗതുകമുള്ള ഒരു കുട്ടിയാണ്. ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട്, എങ്ങനെയെന്നൊക്കെ അറിയാൻ വലിയ താല്പര്യമുണ്ട്. പക്ഷേ ഒരുപാട് കുട്ടികളെയും പോലെ അവന്റെ പഠനം മുഴുവൻ പരീക്ഷയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഓഹ്, ആ ഒരു സൈക്കിളിൽ പെട്ടുപോയി. കാണാതെ പഠിക്കുക, പരീക്ഷയിൽ എഴുതുക. അതെ, കാണാതെ പഠിക്കുക, എഴുതുക, മാർക്ക് വാങ്ങുക. അവിടെയാണ് പ്രധാന പ്രശ്നവും. അറിവ് നേടുക എന്നതിനപ്പുറം മാർക്ക് നേടുക എന്നതു മാത്രമായി പഠനത്തിന്റെ ലക്ഷ്യം മാറുന്നു. അതെ, അനിതയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും അതുതന്നെയായിരുന്നു. സ്കൂളിൽ നിന്ന് അക്കാദമിക് അറിവ് കിട്ടുന്നുണ്ട്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ വേണ്ട കോൺഫിഡൻസ്, 4 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ്, ഒരു പ്രശ്നം വന്നാൽ അതിനെ ക്രിയേറ്റീവായി സമീപിക്കാനുള്ള ആ ഒരു ചിന്താശേഷി, ഇതിനൊക്കെ എന്തു ചെയ്യും? അതായിരുന്നു അവരുടെ ചിന്ത. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ ഇതേ സംശയം തോന്നിയിട്ടുണ്ടാവാം. പ്രധാനപ്പെട്ട പരിമിതിയാണിത്. സിലബസ് തീർക്കാനും പരീക്ഷ നടത്താനുമുള്ള ആ ഓട്ടത്തിനിടയിൽ കുട്ടികളിലെ ഇത്തരം കഴിവുകൾ വളർത്തിയെടുക്കാൻ സ്കൂളുകൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ അറിവ് എങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കാൻ അതിന് സമയം കിട്ടുന്നില്ല. ഇതൊരു സിസ്റ്റത്തിന്റെ തന്നെ പ്രശ്നമാണ്. ഈയൊരു സാഹചര്യത്തിലാണ് അവർ പുതിയൊരു വഴി കണ്ടെത്തുന്നത്. വളരെ അവിചാരിതമായിട്ടാണ് ISCയെപ്പറ്റി അറിയുന്നത് തന്നെ. അതെങ്ങനെയായിരുന്നു? ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു പോസ്റ്ററിലൂടെ. പിന്നീട് അതിൻ്റെ ഒരു ഇൻട്രോ സെഷനിൽ പങ്കെടുത്തു. അവിടെ വെച്ച് കേട്ടൊരു വാചകമാണ് അവരെ ശരിക്കും ആകർഷിച്ചത്. എന്തായിരുന്നു അത്? കുട്ടികളുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തുക, അതായത് ഇൻബോൺ സ്കിൽസ്. ഇതായിരുന്നു ISCയുടെ ലക്ഷ്യമായി അവർ പറഞ്ഞത്. മാർക്കിന് പിന്നാലെ ഓടാതെ ഓരോ കുട്ടിയിലും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു തനതായ കഴിവിനെ പുറത്തു കൊണ്ടുവരിക. ഈ ആശയം അനിതയ്ക്ക് ഒരുപാട് പ്രതീക്ഷ നൽകി. ആ ജന്മസിദ്ധമായ കഴിവുകൾ എന്ന വാക്ക്, അത് രസകരമാണ്. അതിനർത്ഥം കുട്ടികൾ കഴിവുകളുമായി ജനിക്കുന്നു എന്നല്ല, മറിച്ച് ഓരോ കുട്ടിക്കും ചില കാര്യങ്ങളിൽ ഒരു സ്വാഭാവികമായ താൽപ്പര്യമുണ്ടാകും, ഒരു ചായ്വ്. ചിലർക്ക് നന്നായി സംസാരിക്കാനാകും, മറ്റു ചിലർക്ക് നന്നായി വരയ്ക്കാൻ, വേറെ ചിലർക്ക് കാര്യങ്ങൾ അപഗ്രഥിക്കാൻ. ആ താൽപ്പര്യം കണ്ടെത്താനും അതിനെ വളർത്തിക്കൊണ്ടുവരാനുമാണ് ഇത്തരം പ്രോഗ്രാമുകൾ ശ്രമിക്കുന്നത്. അതെ, എല്ലാവരെയും ഒരേ അച്ചിലിട്ട് വാർക്കുന്നതിന് പകരം. കൃത്യം. ഓരോ കുട്ടിയുടെയും ആ ഒരു വ്യക്തിത്വം അംഗീകരിക്കുന്നു എന്നൊരു സന്ദേശം അതിലുണ്ട്. അപ്പോൾ ഇൻട്രോ സെഷൻ കഴിഞ്ഞു, അവർക്ക് താൽപ്പര്യമായി. പക്ഷേ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് വളരെ ലളിതമായൊരു കാര്യമാണ്. എന്തായിരുന്നു? ഫീസ് വെറും 51 രൂപ. വെറും 51 രൂപയോ? അതെ, ഇത്ര ചെറിയ തുകയല്ലേ, ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നവർ ചിന്തിച്ചു. ഒരു വലിയ ഫിനാൻഷ്യൽ റിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ അവർക്ക് മടി തോന്നിയില്ല. ഒരു മിനിറ്റ്, ആ 51 രൂപ എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു മികച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആർക്കും പരീക്ഷിക്കാൻ തോന്നും, ഒരു നഷ്ടവും വരാനില്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിന് ഇത്ര ചെറിയ തുകയ്ക്ക് എങ്ങനെ ക്വാളിറ്റി നൽകാൻ കഴിയും? ഇതിൽ മറ്റെന്തെങ്കിലും ഒരു ഹിഡൻ കോസ്റ്റ് ഉണ്ടോ?
അതോ ഇതൊരു ഫ്രീ ട്രയൽ പോലെ തുടക്കത്തിൽ ആൾക്കാരെ ആകർഷിക്കാനുള്ളൊരു വഴിയാണോ? ആ ഒരു ബിസിനസ് മോഡലിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചേർന്നതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ആപ്പിലൂടെയുമുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ സഹായിച്ചിരിക്കാം. ശരിയാണ്. ആ ഒരു എൻട്രി ബാരിയർ, അതായത് പ്രവേശന തടസ്സം വളരെ കുറവായിരുന്നു. അത് അവരെക്കൊണ്ട് ആ ആദ്യത്തെ സ്റ്റെപ്പ് വെപ്പിച്ചു. അപ്പോ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും. എന്താണ് ISC യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്? ഇതൊരു ട്യൂഷൻ സെന്റർ പോലെ വല്ലതുമാണോ? അനിതയുടെ മറുപടി വളരെ വ്യക്തമാണ്. അല്ല, ഇത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ആരവ് അവിടെ പഠിച്ച കാര്യങ്ങളുടെ ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. എന്തൊക്കെയായിരുന്നു അത്? ഒന്നാമതായി, എങ്ങനെ ആത്മവിശ്വാസത്തോടെ സ്വയം പരിചയപ്പെടുത്താം. ഓക്കെ, അത് ബേസിക് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്, പ്രശ്നപരിഹാരത്തിനും ക്രിയാത്മകമായി ചിന്തിക്കാനും. പിന്നെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ എങ്ങനെ നടത്താം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചുള്ള ഒരു ബേസിക് അറിവ്. ഒരു മിനിറ്റ്, അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ AI കുറിച്ചുള്ള അടിസ്ഥാന അറിവ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുദ്ദേശിക്കുന്നത്? അതായത് കോഡിംഗ് പഠിപ്പിക്കുകയാണോ, അതോ ചാറ്റ് GPT പോലുള്ള AI ടൂളുകൾ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്നാണോ പഠിപ്പിക്കുന്നത്? കാരണം ആ വ്യത്യാസം വളരെ വലുതാണ്. ഒന്ന് ടെക്നിക്കൽ സ്കില്ലാണെങ്കിൽ മറ്റേത് ഒരു ക്രിട്ടിക്കൽ തിങ്കിംഗ് സ്കില്ലാണ്. നല്ല പോയിന്റാണ്. നിർഭാഗ്യവശാൽ അഭിമുഖത്തിൽ അത്രയും ഡീറ്റെയിൽസ് ഇല്ല. പക്ഷെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ലിസ്റ്റിലെ മറ്റു കാര്യങ്ങൾ കൂടി പറയാം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 ഭാഷകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിശീലനം കിട്ടി. പിന്നെ ഏറ്റവും പ്രധാനമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികളുമായി ഒരുമിച്ച് പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അത് കൊള്ളാം. അനിത പറയുന്നത് പോലെ ഇത് മാർക്കിനു വേണ്ടിയുള്ള പഠനമല്ല, മറിച്ച് കഴിവുകൾ കണ്ടെത്തലും വളർത്തലുമാണ്. ഈ ലിസ്റ്റ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിലൊന്നും പോലും ഒരു സാധാരണ സ്കൂൾ പരീക്ഷയുടെ സിലബസിൽ ഒരു പ്രധാന വിഷയമായി നിങ്ങൾ കാണില്ല. പക്ഷേ 21ാം നൂറ്റാണ്ടിൽ ഒരു ജോലി ചെയ്യാനോ ഒരു സംരംഭം തുടങ്ങാനോ ഏറ്റവും അത്യാവശ്യമായ കഴിവുകളാണ് ഇവയെല്ലാം. ഉദാഹരണത്തിന്, പല നാടുകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ളവരുമായി സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള കഴിവ്. അത് ഇന്ന് ഗ്ലോബൽ വർക്ക് പ്ലേസിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ശരിയാണ്. അപ്പോ ISC ചെയ്യുന്നത് വെറും അറിവ് നൽകുക എന്നതിലുപരി ആ അറിവ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ മറ്റുള്ളവരുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താമെന്ന് പഠിപ്പിക്കുകയാണ്. ഓക്കേ, അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കൊള്ളാം. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെന്തെങ്കിലും മാറ്റം കണ്ടോ? വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നതിനപ്പുറം ആരവിന്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ കാര്യമായ വ്യത്യാസം വന്നോ? അനിതയുടെ മറുപടി വളരെ ഉറച്ചതായിരുന്നു. തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ. അതാണ് നമുക്കറിയേണ്ടത്. യഥാർത്ഥ ഫലം എന്തായിരുന്നു? ഒന്നാമതായി, അവൻ കൂടുതൽ കോൺഫിഡന്റായി. സംസാരത്തിൽ നല്ലൊരു വ്യക്തത വന്നു. മുമ്പ് ചോദിച്ചിരുന്നതിനേക്കാൾ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ അവർ പറഞ്ഞ ഏറ്റവും രസകരമായ ഒരു മാറ്റം ഇതാണ്. വീട്ടിൽ പോലും താൻ പഠിച്ച ആശയങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. അത് കൊള്ളാമല്ലോ. ഒരാശയം പഠിച്ച ശേഷം അത് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാനുള്ള കഴിവ്, അത് ആ വിഷയം എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയെന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? തീർച്ചയായും. ഇത് കേവലം പെരുമാറ്റത്തിലെ ഒരു മാറ്റമല്ല. ഇത് അവന്റെ ചിന്താരീതിയിൽ വന്ന മാറ്റത്തെയാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. ചോദ്യങ്ങൾ ആഴത്തിലുള്ളതായി എന്ന് പറഞ്ഞാൽ അവനൊരു വിഷയത്തിന്റെ ഉപരിതലം മാത്രം കാണാതെ അതിനടിയിലുള്ള എന്തുകൊണ്ട്, എങ്ങനെ എന്നിവയെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. അതെ, ഇതാണ് യഥാർത്ഥ പഠനം. മനപ്പാഠം പഠിക്കുന്ന കുട്ടിക്ക് എന്ത് എന്ന് പറയാൻ കഴിയും. പക്ഷേ ആഴത്തിൽ മനസ്സിലാക്കുന്ന കുട്ടിക്ക് എങ്ങനെ, എന്തുകൊണ്ട് എന്നും പറയാൻ സാധിക്കും. ആരവിൽ സംഭവിച്ചത് ആ ഒരു മാറ്റമാണ്. ഈ മാറ്റങ്ങൾ കണ്ടതോടെ അനിതയുടെ കാഴ്ചപ്പാടിലും വലിയൊരു വ്യക്തത വന്നു. മാർക്കുകളാണോ കഴിവുകളാണോ പ്രാധാന്യമെന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരം വളരെ ഉറച്ചതാണ്. എന്തായിരുന്നു അത്? ലോകം മാറിക്കഴിഞ്ഞു. ഇന്ന് മാർക്കിനേക്കാൾ പ്രധാനം കഴിവുകളാണ്. കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ്, ക്രിയേറ്റിവിറ്റി, പിന്നെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, അഡാപ്റ്റബിലിറ്റി. ഇവയൊന്നുമില്ലാതെ ഇന്നത്തെ കുട്ടികൾക്ക് ഭാവിയിൽ മുന്നോട്ടു പോകാൻ പ്രയാസമാവുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനമായി അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കഴിവുകളൊന്നും പാഠപുസ്തകങ്ങളിലില്ല. ISC ആ കുറവാണ് നികത്തുന്നത്. അനിതയുടെ അനുഭവം വളരെ നല്ലതാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സ്കൂളുകളിൽ നിന്ന് മാറി ഇത്തരം പെയ്ഡ് പ്രോഗ്രാമുകളിലേക്ക് പോകുന്നത് അതൊരു നല്ല പ്രവണതയാണോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.
ഇത് സാമ്പത്തികമായി കഴിവുള്ള രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും അല്ലാത്തവരെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാക്കില്ലേ? അതായത് വിദ്യാഭ്യാസം എന്നത് രണ്ട് തട്ടുകളായി മാറാൻ ഇത് കാരണമാകുമോ? കഴിവ് വികസനം പണം കൊടുത്തു വാങ്ങേണ്ട ഒന്നായി മാറുകയാണോ? ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. വളരെ ഗൗരവമുള്ളൊരു പോയിന്റാണത്. അനിതയുടെ അനുഭവം പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ വലിയ ചിത്രം നമ്മൾ കാണാതെ പോകരുത്. ഇനി ചിലർക്ക് തോന്നാവുന്ന മറ്റൊരു സംശയമുണ്ട്. ISC 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് കുറച്ചു കൂടുതലല്ലേ? ഒരു ചെറിയ വെക്കേഷൻ കോഴ്സ് പോരെ? കുട്ടിയുടെ സാധാരണ പഠനത്തെ ഇത് ബാധിക്കുമോ എന്ന പേടിയും വരാമല്ലോ. ന്യായമായ സംശയമാണ്. പക്ഷേ അനിതയുടെ മറുപടി നേരെ തിരിച്ചാണ്. ആ 1 വർഷത്തെ ദൈർഘ്യം ഒരു പ്രശ്നമല്ല, മറിച്ച് അതൊരു നല്ല കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഓഹോ. കാരണം കുട്ടികൾ ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ മാറില്ല. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം അവർക്കൊരു സ്ഥിരതയും നിരന്തരമായ പ്രാക്ടീസും നൽകുന്നു. അതുവഴി കിട്ടുന്ന മാറ്റം യഥാർത്ഥവും നിലനിൽക്കുന്നതുമായിരിക്കും. ഇതിന്റെ സൈക്കോളജി വളരെ സിമ്പിളാണ്. ഇതൊരു മരം നട്ടുപിടിപ്പിക്കുന്നത് പോലെയാണ്. ഒരാഴ്ച വെള്ളമൊഴിച്ചാൽ അത് വളരില്ല. അതിന് സ്ഥിരമായ പരിചരണം വേണം. അതുപോലെയാണ് കുട്ടികളിലെ ആത്മവിശ്വാസം, ചിന്താശേഷി പോലുള്ള കഴിവുകളും. ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് നേടാവുന്ന കാര്യങ്ങളല്ല. അല്ല. ഒരു ചെറിയ കോഴ്സ് ഒരുപക്ഷെ താൽക്കാലികമായ ഒരു ആവേശം കൊടുത്തേക്കാം, ഒരു ഷുഗർ റഷ് പോലെ. എന്നാൽ സ്ഥിരമായ പരിശീലനത്തിലൂടെയും ഇടപെടലുകളിലൂടെയും മാത്രമേ അതൊരു ശീലമായി, ഒരു സ്വഭാവമായി മാറുകയുള്ളൂ. ആഴത്തിലുള്ള മാറ്റത്തിന് സമയം ആവശ്യമാണ്. അതുകൊണ്ട് ആ 1 വർഷത്തെ ദൈർഘ്യം ഈ പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണെന്ന് തന്നെ പറയാം. അപ്പോ ഒരു വാട്സാപ്പ് പോസ്റ്ററിൽ തുടങ്ങി വെറും 51 രൂപയ്ക്ക് പരീക്ഷിച്ച് ഒടുവിൽ തന്റെ മകനിൽ വലിയ മാറ്റങ്ങൾ കണ്ട ഒരമ്മയുടെ അനുഭവമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഒരു ചെറിയ പരീക്ഷണം എത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിന്റെ ഉദാഹരണം. അതെ. അതേസമയം ഈ അനുഭവം ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ പ്രതീക്ഷകളും വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മകളും തമ്മിലുള്ളൊരു വലിയ വിടവ് ഇത് കാണിച്ചു തരുന്നു. ഈ അനുഭവം പങ്കുവെച്ചുകൊണ്ട് അനിത മറ്റ് രക്ഷിതാക്കൾക്ക് നൽകുന്ന അവസാന സന്ദേശം ഇതാണ്: ISCക്ക് ഒരവസരം കൊടുത്തു നോക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്താൻ ഒരുപക്ഷേ അത് സഹായിച്ചേക്കാം. അവർക്ക് അത് ശരിയായ തീരുമാനമായിരുന്നു എന്നവർ ഉറപ്പിച്ചു പറയുന്നു. അവർ അനുഭവിച്ചറിഞ്ഞൊരു സംതൃപ്തി ആ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഒരു കുട്ടിയുടെ ഭാവിയെ മാർക്കുകൾ മാത്രം വെച്ച് അളക്കുന്ന രീതി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു ശക്തമായ സൂചനയല്ലേ ഈ ഒരൊറ്റ അനുഭവം നമുക്ക് നൽകുന്നത്? തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ചിന്ത ഇതാണ്: ഒരു നിമിഷം നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുക. അവരുടെ സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ ഇല്ലാത്ത, പക്ഷെ അവർ പഠിച്ചിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വിഷയം അല്ലെങ്കിൽ ഒരു കഴിവ് എന്തായിരിക്കും? അത് ഒരുപക്ഷേ പണം എങ്ങനെ കൈകാര്യം ചെയ്യാമുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ആവാം, അല്ലെങ്കിൽ സ്വന്തം വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമുള്ള ഇമോഷണൽ ഇന്റലിജൻസ് ആവാം. അതുമല്ലെങ്കിൽ ഒരു വാർത്ത കേട്ടാൽ അത് സത്യമാണോ എന്ന് എങ്ങനെ പരിശോധിക്കാമുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആവാം. എന്തായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരൊറ്റ കഴിവ്? എന്തുകൊണ്ട് നിങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നു? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.